ഇംഗ്ലണ്ടില് ഇന്ത്യക്കാരി അർഷിത ബെല്ല 24 വയസ്സ് ശ്വാസം മുട്ടിച്ച് കൊന്നു. അവരുടെ ഡെഡ് ബോഡി ഒരു കാറിന്റെ ഡിക്കിയിലാണ് കണ്ടെത്തിയത്. ഡൽഹിക്കാരിയായ അർഷിത ബെല്ലയും അവർക്ക് 24 വയസ്സും പങ്കജ ലാംബ അയാൾക്കും 24 വയസ്സ്. രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞ 2023 ഓഗസ്റ്റിലാണ് ഡൽഹി വെച്ച് നടന്നത്. അതിനുശേഷം രണ്ടുപേരും ഇംഗ്ലണ്ടിലേക്ക് താമസം മാറ്റി. നോർത്താംപ്ടൺഷെയറിലായിരുന്നു താമസം. ഏതായാലും അതിന്റെ പരിസരത്ത് ഇവർ താമസിക്കുന്ന സമയത്ത് അയൽവക്കംകാർ പറയുമായിരുന്നു ഇവർ തമ്മിൽ സ്ഥിരം വഴക്കാണ്, ക്രൂരമായ കുട്ടിയെ ഇയാള് ഉപദ്രവിക്കുമായിരുന്നു. അതിനുശേഷം ഈ കുട്ടിയെ അവിടുന്ന് പേടിച്ച് 1-2 ദിവസം ഇറങ്ങി ഓടിപ്പോയി. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അയൽവക്കംകാരൊക്കെ പറയുന്നുണ്ട്. നോർത്താംപ്ടൺഷെയറിലെ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കാറിന്റെ ഡിക്കിയിലാണ് ഇവരുടെ മൃതദേഹം കണ്ടത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവിടുത്തെ പോലീസിന് അർഷിതയുടെ ഒരു മെസ്സേജ് വന്നു. ഭർത്താവ് തന്നെ കൊല്ലുമെന്നും ഉപദ്രവിക്കുമെന്നും എന്നൊക്കെ രീതിയിലുള്ള മെസ്സേജാണ് കിട്ടിയത്. പങ്കജ ലാംബയുടെ അവർ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന സ്ഥലത്ത് എന്തായാലും ഒരു സെക്യൂരിറ്റി പോലീസുകാരൻ പോയി. ഈ മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് പോയത്. അവിടെ പോയി നോക്കുമ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നു, ഇവരെ കാണാനില്ല. പരിസരത്തൊക്കെ അന്വേഷിച്ചിട്ട് ഒരു വിവരവുമില്ല. അയൽവക്കംകാർ പറയുന്നത് സ്ഥിരം വഴക്കാണ്, ഇവരിറങ്ങി ചില ദിവസവും രാത്രി ഓടുന്ന കാണാം. എന്ത് കാരണമാണ് എന്നറിയില്ലെങ്കിലും ആ അർഷിത ബെല്ല അവരുടെ പിതാവിന്റെ അടുത്ത് വിവരങ്ങൾ ഡൽഹിയിൽ പറഞ്ഞു. തന്നെ മാരകമായി ഉപദ്രവിക്കുന്ന ഇയാള്. ഏതായാലും രണ്ടുപേരും വിവാഹത്തിന് ശേഷം ഒരു 1.5 വർഷമായേ ഉള്ളൂ ഇംഗ്ലണ്ടിലേക്ക് താമസം മാറ്റി. ഈ ഒരു സംഭവം അവിടുത്തെ പോൾ കാഷ് എന്ന് പറഞ്ഞ ഇൻസ്പെക്ടറാണ് അന്വേഷിക്കുന്നത്. ഇയാളുടെ അവർക്ക് ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞപ്പം സെക്യൂരിറ്റിക്കാരനെ അവിടെ വിട്ട് നോക്കിയപ്പോൾ ഇവരെ കാണാനില്ല. എന്തായാലും പോലീസ് ഉടൻ തന്നെ മറ്റു പോലീസ് ഇൻസ്പെക്ടർമാർ ഏകദേശം 60ഓളം പേര് ഇയാളെ തപ്പി. ഈ സ്ത്രീയെ അർഷിത ബെല്ലയും അന്വേഷിച്ചു. അങ്ങനെയാണ് നോർത്താംപ്ടൺഷെയറിലെ അടുത്ത് ഇയാളുടെ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച കണ്ടത്. കാർ പരിശോധിച്ചപ്പോഴാണ് ഡിക്കിയില് ഇവരെ കൊന്നുവച്ചിട്ടുണ്ട്. ഏതായാലും ആ ഇൻസ്പെക്ടർ പറയുന്നത് കൊലപാതകത്തിന് 2-3 ദിവസത്തെ മുമ്പായിരിക്കണം നടന്നിരിക്കുന്നത്. കാരണം ഡെഡ് ബോഡി അല്പം ഡീക്കേ ചെയ്തിട്ടുണ്ട്, ചീഞ്ഞഴുകിയിട്ടുണ്ട്. എന്തായാലും ഇംഗ്ലണ്ടിലെ പിടിച്ചു കുടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇയാളെ തപ്പി പോലീസ് നടന്നു. ഇയാള് ഇംഗ്ലണ്ടും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അലർട്ട് ചെയ്തു. നോർത്താംപ്ടൺഷെയറിലെ പരിസരങ്ങളിലുള്ള ഓഫീസേഴ്സ് എല്ലാവരും അലർട്ട് ചെയ്തു. ഏകദേശം 60ഓളം പോലീസ് ഓഫീസേഴ്സാണ് ഇയാളെ തപ്പി നടക്കുന്നത്. ഇപ്പൊ അവരുടെ കൺക്ലൂഷൻ ഇയാൾ അവിടെ രാജ്യം വിട്ടിട്ട് പോയി, അതാണ് കാർ ഉപേക്ഷിച്ചിട്ട് പോയത്. കാറില്ലാതെ ഇംഗ്ലണ്ടിലൊക്കെ യാത്ര ചെയ്യാനും മൂവ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരുടെ നിഗമനം കാർ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് ഇംഗ്ലണ്ട് വിട്ടിരിക്കാമെന്നാണ്. വിവരം ലഭിക്കുന്നവർക്ക് അവിടെ റിവാർഡ് വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇയാള് എങ്ങോട്ടാ പോയെന്നൊരു പിടിയില്ല. ഇവരെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം ഇവര് താമസിക്കുന്ന കോർബിയിലെ ആ വീട്ടുകാരുടെ അതിന് തെളിവെടുത്തപ്പം മാരകമായി ഇവരെ ഉപദ്രവിക്കുകയും ഇവര് രാത്രി കിടന്ന് ഓടുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന അവർ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവരുടെ വിവാഹത്തിന് ശേഷം എന്താണ് ഈ പ്രശ്നമെന്ന് അറിയില്ല. ഡൽഹിക്കാരാണ് രണ്ടുപേരും. ഡൽഹിയിലെ അവരെ വീട്ടുകാരിടപെട്ടാണ് കല്യാണം നടന്നത്. പക്ഷെ ഇയാൾ ക്രൂരനായ ഒരു വ്യക്തിയാണ്. എന്ത് കാരണത്താലാണ് ഇയാൾ ഇവരെ ഉപദ്രവിക്കുന്നത്? അതിലൊരു രസം കാണുന്നതാണോ? ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവരുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്തായാലും ഇന്ത്യക്കാരുടെ പലരും ഇതുപോലെയുള്ള സംഭവങ്ങൾ പല വീടുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഡ്രഗ്സിന് അടിമകളാണോ, മദ്യത്തിന് അടിമകളാണോ, അതോ ഫാമിലി ലൈഫിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ജീവിതം നയിക്കുന്നത് കൊണ്ടും അവർക്ക് തോന്നിയാസം നടക്കുന്നതുകൊണ്ടും ഉള്ള കലഹമാണോ ഒന്നും അറിയത്തില്ല. ഇന്ത്യൻ പൈതൃകം അനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യക്ക് വെളിയിൽ പോകുന്നവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആണ് ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ പലയിടത്തും നടക്കുന്നത് തന്നെ. എന്തായാലും ഇയാൾ രാജ്യം വിട്ട സ്ഥിതിക്ക് ഇയാൾക്ക് റെഡ് കോർണർ അലർട്ട് ഉണ്ടാവും. ഏതെങ്കിലും അവിടെ വിട്ടിട്ട് ഇന്ത്യയിൽ എത്താനുള്ള സാധ്യത കുറവാണ്. മറ്റു രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇയാൾ ചേക്കേറിയിട്ടുണ്ടാവും എന്നാണ് ഇംഗ്ലണ്ടിലെ പോലീസ് ഇപ്പം കരുതുന്നത്.